നല്ല കക്കയിറച്ചി വരട്ടിയതാണ്. പുതിയ മോഡല് മൺചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാ നല്ല വീറ്റ് കുബൂസ് ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഹാഫ് ഇങ്ങ് എടുക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് തുറന്നു വലിയൊരു പിടി കക്കയിറച്ചി വരട്ടിയത് ഇങ്ങ് എടുത്തു. ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി ഇങ്ങനെ റോള് പോലെ ആക്കി. അപ്പൊ ഏറ്റവും എളുപ്പത്തില് ഒരു കുഴപ്പമില്ല, അതൊരു ഷവർമ്മ കുബൂസ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. പൊളിച്ചു. നമ്മൾ കക്കയിറച്ചി നമ്മൾ ഒരുപാട് രീതിയിൽ വെച്ചിട്ടുണ്ട്. കക്കയിറച്ചിയും കപ്പയും കൂടെ വെച്ചിട്ട് 3-4 റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ മൺചട്ടിയിൽ വെച്ചതാണ്. മൺചട്ടി വെച്ചതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഗ്രേവി ആയിട്ടും വെക്കാം. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. പാകത്തിന് എരിവ്, പാകത്തിന് ഉപ്പ്, ഒരല്പം തക്കാളിയുടെ പുളി. ചട്ടി വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സബോള വലിയൊരു പിടി ചെറിയ ഉള്ളി ചതച്ചത്, വലിയൊരു കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി നന്നായി ചതച്ചതും കറിവേപ്പിലി ഉപ്പിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. നല്ല മൂക്കണേ. എന്നിട്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മല്ലി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 2 ടീസ്പൂണ് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി മൂത്ത് വരുമ്പോൾ 2-3 തക്കാളി ഇട്ട് നന്നായിട്ട് വരട്ടി ഇഞ്ച പരുവാക്കി ഇങ്ങ് എടുക്കണം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേനും ഉപ്പും എരിവൊക്കെ നോക്കി വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമേ. ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയ കക്കയിറച്ചിയിട്ട് ചെറുതീയിൽ വേഗം വരെ അങ്ങനെ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് ചൂടോട് കൂടെ തന്നെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ നമുക്ക് കഴിക്കുമല്ലേ. ഇപ്പോൾ കക്കയിറച്ചിയുടെ സീസണൊക്കെ ആണെന്ന് തോന്നുന്നു. കിട്ടിയാൽ എളുപ്പത്തിൽ വെക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ. ബൈ ബൈ.